ഈ വന്ദേമാതരം എന്ന് പറയുന്നത് RSSന്റെയും BJPയുടെയും ഒക്കെ ആണ്. ഇതെന്താണ്? ചരിത്രബോധം പോലും ഇല്ലാതെയാണ് ഈ വന്ദേമാതരത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ. വന്ദേമാതരം ഇടതുപക്ഷത്തിന്റെ നേതാവ് ആരാണ് പറഞ്ഞതെന്നോ എന്താണ് ആധികാരികമായി ബിനോയ് വിശ്വമാണ് പറഞ്ഞത്. ബിനോയ് വിശ്വം അത് അദ്ദേഹത്തിനോട് പാർട്ടിയോടോ അദ്ദേഹത്തിനോടോ അതിനെപ്പറ്റി നിലപാട് ചോദിക്കുക. പക്ഷേ ഞങ്ങളുടെ നിലപാട് വ്യക്തമായ നിലപാടാണ്. 1948 ഗാന്ധിവധത്തിന് ശേഷം RSS ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടപ്പോൾ 1949 ജൂലൈ മാസം വരെ ആ നിരോധനം തുടർന്നു. ആ നിരോധനം തുടർന്ന സമയത്ത് RSS അവരുടെ അവസാനത്തെ ആയുധം പുറത്തെടുത്തു. ആ ആയുധം എന്ന് പറഞ്ഞാൽ മാപ്പപേക്ഷയാണ്. മാപ്പപേക്ഷയിലൂടെ അവർ സർദാർ പട്ടേലിനോടും നെഹ്റുവിനോടും നിരന്തരം ഞങ്ങളുടെ നിരോധനം നീക്കിത്തരൂ എന്ന് നിരന്തരം അപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കുമ്പോൾ പട്ടേൽ നൽകുന്ന മറുപടി, നിങ്ങൾ ആദ്യം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കണം, നിങ്ങൾ ആദ്യം ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെ അംഗീകരിക്കണം. ഈ രണ്ട് ആവശ്യങ്ങളിൽ നിങ്ങൾ അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടാൽ നമുക്ക് വീണ്ടും ചർച്ചയാകാം. അങ്ങനെ 1949 നിങ്ങൾ പറയുമ്പോഴെല്ലാം മിണ്ടാതെ ജനാധിപത്യപരമായി കേട്ടിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ പറയുമ്പോഴൊന്നും നിങ്ങൾക്ക് കൊള്ളുമ്പോൾ ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. നിങ്ങൾ പറയുമ്പോൾ വളരെ ജനാധിപത്യപരമായി നിങ്ങൾ ഈ രാജ്യത്തെ ദേശീയ ബിംബങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ഒന്നും നിങ്ങൾ ആദരിച്ചിട്ടില്ല. നിങ്ങൾ കപട രാജ്യസ്നേഹമാണ് ഉയർത്തുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ ദേശീയ പതാകയായി ത്രിവർണ്ണ പതാക വരുന്നതിനെ എതിർത്തവരാണ്. നിങ്ങൾ കാവിധ്വജം ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയാവണമെന്ന് പറഞ്ഞവരാണ്. 3 എന്ന് പറയുന്നത് മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ നമ്പറാണ്, സംഖ്യയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് 3 നിറങ്ങൾ പാടില്ല എന്ന് പറഞ്ഞവരാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഹിന്ദു മഹാസഭ പ്രമേയം പാസാക്കുമ്പോൾ അവിടെ പ്രസ്താവന കൊടുക്കുമ്പോൾ അതിൽ പങ്കെടുത്തയാളാണ് സവർക്കർ. നിങ്ങൾ ഈ ദേശീയ ബോധം, ദേശീയത എന്നൊക്കെ പറഞ്ഞ് ദേശീയ ബിംബങ്ങളെ, ദേശീയ ഗാനത്തെ, ദേശീയ പതാകയെ ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പ്രതിരോധത്തിലാവുമ്പോഴാണ്. മറുപടി പറയാൻ നന്ദുവിന് കൊടുത്തതിന്റെ 10-1 മിഥുൻ വിജയകുമാർ, ഇവിടെ എസ് എ ഡാംഗെയുടെ ഒരു മാപ്പപേക്ഷയുണ്ട്. അതൊന്ന് പരാമർശിച്ചു പോകണം. കാരണം ഇവർ സ്വാതന്ത്ര്യ സമരകാലത്ത് പിടിച്ചുകൊടുത്ത പാരമ്പര്യമുള്ളവർ കൂടിയാണ് ഈ അവസാന നിമിഷമാണ്, ചർച്ചയുടെ അവസാനമാണ്. ഒരു 2 മിനിറ്റ് എല്ലാവർക്കും പോകണം. അതുകൊണ്ടാണ് ആകെ 2 മിനിറ്റ്. ലോജിക്കലി കൗണ്ടർ ചെയ്യാൻ നോക്കാം. നമുക്ക് ഒച്ചമൂടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. എസ് എ ഡാംഗയുടെ മാപ്പിൽ സവർക്കർ പറഞ്ഞ പോലത്തെ കാര്യങ്ങളല്ല കേട്ടോ. എസ് എ ഡാംഗെ പറഞ്ഞത് എനിക്ക് ചില ബന്ധങ്ങളുണ്ട് ഇന്ത്യക്ക് പുറത്തും അകത്തുമായിട്ട്. ആ ബന്ധങ്ങൾ ഞാൻ വിവരിക്കാൻ തയ്യാറാണ്. കത്ത് വേണമെങ്കിൽ കത്തിന്റെ കോപ്പി കത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. അദ്ദേഹം ഇവിടെ ബഹളം ഉണ്ടാക്കാൻ നോക്കുകയാണ്. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം ഇവിടെ ഒച്ചും വിളിയും ബഹളം ഉണ്ടാക്കിയിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്റെ പോയിന്റ് പറയാനുള്ളത് സമയം തരണം നിങ്ങളുടെ ഊർജ്ജം പാഴാക്കി അദ്ദേഹം മാന്യമായി നിർത്തുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ല ഇങ്ങനെ ബഹളം വെക്കാനാണെങ്കിൽ ഞാൻ നിർത്തിയോ? ഇനി ജനാധിപത്യം പഠിപ്പിക്കുന്ന ആള് ഒന്ന് നിർത്തുമോ? ഞാൻ ജനാധിപത്യം എന്റെ അവസരത്തിൽ ഇടപെട്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും താങ്കളുടെ അവസരത്തിൽ എന്റെ അവസരത്തിൽ മിണ്ടാതിരുന്ന ആളാണ്. അപ്പൊ ഞാൻ ഞാനിവിടെ CPM പ്രതിനിധിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതേവിടെ ദേശീയ പതാക ഉയർത്തിയത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. AKG സെന്ററിൽ എപ്പോഴാണ് ദേശീയ പതാക ഉയർത്തിയതെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആഗസ്റ്റ് 15 2021 പോയൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. AKG സെന്ററിൽ എപ്പോഴാണ് ദേശീയ പതാക ഉയർത്തിയത് എന്നിട്ട് വന്നിട്ട് നമുക്ക് ചർച്ച ദേശീയ പതാകയിലേക്ക് പോവാം. ഓഗസ്റ്റ് 15 ഉയർത്തി. എന്റെ സുഹൃത്തെ, താങ്കൾക്ക് ഒന്നുകിൽ താങ്കളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ അറിയില്ല, താങ്കളുടെ പാർട്ടി സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് ആദ്യം പഠിക്കൂ, എന്നിട്ട് വന്നിട്ട് ദേശീയ പതാകയെ കുറിച്ച് പറയാം. നമുക്ക് പതാകയും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. പതാകയും മറ്റു കാര്യങ്ങളും പറഞ്ഞ് സവർക്കറും അതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് അതിന് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ കോൺഗ്രസിന്റെ എന്താ പറയാ ഒരു നേതാവ് മാപ്പ് പറഞ്ഞാൽ ഒരു
ഇവിടുത്തെ ഒരു സ്പോക്സ് പേഴ്സൺ, അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. രാജു പി നായർ മാപ്പ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, രാജു പി നായർ ആരാന്ന് പോലും ഇത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾക്ക് അറിയോ? ഒക്കെ പോട്ടെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സോണിയാഗാന്ധി പവൻ ഖേഡെ എങ്ങനെയാണ് വെള്ളത്താടിയുള്ള ആള്, ആ വെള്ളത്താടിക്കാരൻ എവിടെയെന്നാ ചോദിക്കുന്നത്? പവൻ ഖേഡെ ആരാന്ന് അറിയാത്ത ആൾക്കാണ് ഇവിടെ രാജു പി നായരുടെ മാപ്പ് വലിയ പ്രസക്തി ഉള്ളതോ? പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മഹാത്മാഗാന്ധി ഈ പറഞ്ഞ രഘുപതി രാഘവ് രാജാറാം എന്ന ഭജനിലേക്ക് ഒരു ലൈൻ അദ്ദേഹം ഇൻസേർട്ട് ചെയ്തു. അതായത് ഈശ്വർ അല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. അതിലാർക്കും പ്രശ്നമില്ലല്ലോ. അതിൽ അള്ളാന്റെ പേര് ഇൻസേർട്ട് ചെയ്തു പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ പ്രശ്നം ഉണ്ടാക്കിയോ? നമ്മൾ ഇന്നും പാടുന്ന ഒരു പാട്ട് അതായിരുന്നു നമ്മുടെ സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നെറേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവരിക, ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിക തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുക, അതിന്റെ ഭാഗമായി ആളുകൾ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം ഒന്ന് മ്യൂട്ട് ചെയ്യുക എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നന്ദു, പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇലീഗൽ കുരുങ്ങിയോ ദേശീയത എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കേരള സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ജന ഡിബേറ്റ് ഉന്നയിച്ചത്. ഇതിനകത്ത് റെജിനസ് ഉണ്ണിത്താൻ പറഞ്ഞ ഞങ്ങൾക്ക് 3 MLA-മാരെ സംഭാവന ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ക്രൈസ്തവരായിട്ടുള്ള സഹോദരന്മാർ വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, സഹോദരന്മാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് ആരോടും നിങ്ങൾ നിർബന്ധമായി വന്ദേ മാതരം പാടണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരോട് പറഞ്ഞത് നിർബന്ധമായി വന്ദേ മാതരം പാടുമ്പോൾ നിങ്ങൾ അതിനെ അപമാനിക്കുന്ന നിലപാട് എടുക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് രജനീസ് ഉണ്ണിത്താനെ കർണാടകയിലെ, തെലങ്കാനയിലെ, ജമ്മു കാശ്മീരിലെ, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ഈ PCC അധ്യക്ഷന്മാരോടും അതുപോലെ തന്നെ അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രിമാരോടും രജനീസ് ഉണ്ണിത്താൻ ഈ ചോദ്യം ചോദിക്കാത്തത്? അപ്പോൾ രജനീസ് ഉണ്ണിത്താൻ അറിയാം ഈ ചോദ്യം കർണാടകയിൽ ചോദിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും, ഈ ചോദ്യം നിങ്ങൾ തെലങ്കാനയിൽ ചോദിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും, ഈ ചോദ്യം നിങ്ങൾ ഹിമാചലിൽ ചോദിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം നിങ്ങൾക്ക് അവിടെയൊക്കെ ദേശീയതയോടൊപ്പം നിന്നാൽ മാത്രമേ വിജയിച്ചു കയറാൻ സാധിക്കുള്ളൂ എന്ന് കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിമാർക്കും കൃത്യമായ കേരളത്തിൽ സവിശേഷമായ സാഹചര്യം അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്ന പറഞ്ഞതിനേക്കാൾ ഭീകരമായി ഈ വന്ദേ മാതരത്തെ കേരളത്തിന്റെ മണ്ണിൽ പാടാൻ അനുവദിക്കില്ല എന്ന് മതേതരൻ എന്ന് കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും പാടിപ്പുകഴ്ത്തുന്ന പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ദേശീയത എന്ന വിഷയമാണ് നമ്മൾ